എൻ്റെ ബർത്ത്ഡേ ദിവസം എങ്ങനെയാണ് പോയെന്ന് നോക്കാം. രാവിലെ കുറച്ച് നേരം അവരെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ ആറ്റുകാൽ പോകാൻ തീരുമാനിച്ചിരുന്നു. 6 മണിക്കാണ് പോകാൻ തീരുമാനിച്ചത്. പക്ഷെ റെഡി വന്നപ്പോൾ 8:30 സൺഡേ ആയതുകൊണ്ടും ചിങ്ങമാസം ആയതുകൊണ്ടും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇഷ്ടംപോലെ കല്യാണം ഉണ്ടായിരുന്നു. അല്ലെങ്കിലും നല്ല ദിവസങ്ങളിൽ കല്യാണം വെക്കണമെന്നാണല്ലോ. ഭയങ്കര തിരക്കായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് തൊഴാൻ കയറാമെന്ന്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ടൊക്കെ വന്നപ്പം കുറേ തിരക്കങ്ങ് ഒഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി നേരെ പഴവങ്ങാടി വഴി ഞങ്ങൾ മഹാ ചിപ്സിലാണ് പോയത്. എന്നോട് പറഞ്ഞത് അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കണം, നിനക്ക് വാങ്ങിച്ചു തരാമെന്നാണ് പറഞ്ഞാണ് പോയത്. പക്ഷേ ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കാൻ പോയത്. ഇത് പഴവങ്ങാടി വെച്ചേക്കണ ഗണേശൻ്റെ വിഗ്രഹമാണ്. ഞാൻ കണ്ണാടി കൂടെ നോക്കിയിട്ട് അമ്മയുടെ അമ്മ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടമ്മ കാണാൻ. ഞാൻ അത് തന്നെ കുറേ നേരം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാണ് അപ്പം എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ട് കേക്ക് മുറിച്ച് എനിക്ക് വേണ്ടി പാടിത്തന്ന പാട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. കേക്ക് കട്ടിയിട്ട് ആർക്ക് കൊടുക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിറങ്ങി. ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ വെള്ളിക്കടവിലോട്ട് പോയി. എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമല്ല, ഓണം സെലിബ്രേഷനും വന്നിറങ്ങി. ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും 5 മണിക്ക് എത്തിയോണ്ട് തന്നെ ആദ്യം പൂവ് ഇറുക്കായിരുന്നു. നമ്മളെ പിള്ളേരും തിരുവാതിര ടീമും അമ്മയും കൂടെ ഇരുന്നാണ് പൂവ് ഇറുത്തെടുത്തത്. ഞാൻ വിചാരിച്ചില്ല പിള്ളേർ ഇത്ര ആക്റ്റീവായിട്ട് ചെയ്യുമെന്ന്. ഞാൻ വിചാരിച്ച് എവിടെയെല്ലാം ഒന്ന് മാറിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല. പക്ഷേ ഞങ്ങളുടെ പിള്ളേർ എല്ലാവരും ഒരേപോലെ ഇരുന്ന് വലിയവർ എന്ത് ചെയ്യുന്നു അതുപോലെ നോക്കി ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യണം ഭയങ്കര കാര്യമാണല്ലേ. അതുമാത്രമല്ല, ടീം വർക്ക് ആകുമ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പോൾ ആദ്യം അത്തപ്പൂ ഇടാനായിട്ട് ചോക്കൊക്കെ വരച്ചിട്ട് എല്ലാവരും കൂടെ കൂടിയിരുന്നങ്ങ് അത്തം ഇട്ടു. ഇതൊന്നും അല്ല പറഞ്ഞ് ഞങ്ങൾ ഡിസൈന് പിന്നെ ഇതങ്ങാക്കി. പിന്നെ ഞങ്ങൾ കേക്ക് മുറിച്ചു. പിന്നെ ഞങ്ങൾ ഗെയിംസിലോട്ട് പോയി. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു ഗെയിംസിനൊക്കെ. പിള്ളേരാണെങ്കിലും തിരുവാതിര ടീമാണെങ്കിലും കണ്ണുകെട്ടിക്കളിയൊക്കെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ സുന്ദരിക്ക് പൊട്ടുകിടൽ എല്ലാം ഭയങ്കര കോമഡിയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വേദക്കുട്ടി. എന്തെങ്കിലും ചെറിയ കാര്യം ചോദിച്ചാൽ അവളുടെ സ്കൂളിൽ നടന്ന എല്ലാ കാര്യവും എനിക്ക് പറഞ്ഞായിരുന്നു. ഇതാണ് മാളു മാലിൻ്റെ അനിയത്തി. ഭയങ്കര സൈലൻ്റ് ആണ് ക്ലാസ്സിൽ. പിന്നെ ഇവരൊക്കെയാണ് നമ്മുടെ തിരുവാതിര ടീംസ്. എല്ലാവരും, ഞാൻ പറഞ്ഞ എല്ലാവരും പ്രായമൊന്നും നോക്കാതെ എല്ലാവരും എൻജോയ് ചെയ്തു. ഞാനാണെങ്കിൽ ഭയങ്കര കോമഡിയായിരുന്നു. എന്നെ കറക്കി വിട്ടിട്ട് ഞാൻ വേറെ ഏതോ വഴിയിലോട്ടാണ് പോയത്. പിന്നെ ആരൊക്കെയോ പിടിച്ച് നേരെയാക്കി തന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ ഗെയിംസൊക്കെ കളിച്ചിട്ട് കുറേ വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ മറ്റേ കുട്ടിക്കാലമൊക്കെ തിരിച്ച് കിട്ടുമ്പോൾ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എൻ്റെ ദിവസം. എൻ്റെ പിള്ളേർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എനിക്ക് ഗെയിം കളിക്കാനായിട്ട്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തില്ല. കാരണം ഞാൻ പൊട്ടുവെച്ചത് സുന്ദരി ഒരു സൈഡിലായിപ്പോയി. അതുകൊണ്ട് തന്നെ ഒത്തില്ല. ചിലപ്പോൾ കണ്ണുവിടാതിരിക്കാൻ വെച്ചതായിരിക്കും ഞാൻ. ലാസ്റ്റ് ഗെയിംസിന് അച്ഛനും കയറി. ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നല്ല എൻജോയ് ചെയ്തു എൻ്റെ ദിവസം. അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞു മക്കൾക്ക് ഫുഡ് കൊടുത്തു. അപ്പോഴാണ് ചിത്രാൻ്റി വന്നത്. അവർ കഴിച്ചു കഴിഞ്ഞിട്ട് ചിത്രാൻ്റിയെ കൊണ്ട് കളിപ്പിച്ചു സുന്ദരിക്ക് പൊട്ടുകൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുവാതിര പ്രാക്ടീസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അത്തത്തിൻ്റെ ചുറ്റും ഇരുന്ന് ഓണപ്പാട്ടൊക്കെ പാടി. എന്നിട്ട് ലാസ്റ്റ് തുമ്പി തുള്ളലുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ട് പറയുമായിരിക്കും ഇവരെന്താ കാണിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇവർ ആ ഉള്ളിലുണ്ടായിരുന്ന കുട്ടിക്കാലം തിരിച്ച് കിട്ടിയ പോലെ അത്രയും സന്തോഷത്തിലായിരുന്നു ഇവർ. അതൊക്കെ കഴിഞ്ഞ് ഇവർ അവിടെ ഫുൾ ക്ലീൻ ചെയ്തിട്ടിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ഫ്രം കാപ്പി സ്റ്റോറീസ്.